സർവീസ് അവസാനിപ്പിച്ചിട്ടും സ്ക്രാപ്പ് ചെയ്യാതെ കണ്ണെത്താ ദൂരത്തോളം വിമാനങ്ങൾ എന്തിനാണ് ഈ മരുഭൂമിയിൽ അനാഥമായി വെറുതെ കിടക്കുന്നത്? ഒരു വിമാനത്തിന് ഒരിക്കലും സമ്പൂർണ്ണ മരണമില്ല. അതിൻ്റെ 90% ഭാഗങ്ങളും റീയൂസ് അല്ലെങ്കിൽ റീസൈക്കിൾ ചെയ്യാൻ സാധിക്കും. പൊളിച്ചു വിൽക്കുന്നത് ലാഭമുള്ള കാര്യമാണെങ്കിലും അതിനേക്കാൾ എത്രയോ ലാഭമുള്ള കാര്യമാണ് അവസരത്തിനായി കാത്തു നിൽക്കുന്നത്. 30 വർഷം പറന്നു പഴകിയ വിമാനങ്ങളുടെ പല പാർട്സുകൾക്കും ഇന്നും കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. അപ്പോൾ പഴയ വിമാനങ്ങളെ മരുഭൂമിയിൽ കൊണ്ടുപോയി തള്ളുന്നതല്ല, മറിച്ച് അവ അടുത്ത ദൗത്യത്തിനായി കാത്തിരിക്കുന്ന പാർക്ക്ഡ് അസറ്റുകളാണെന്നർത്ഥം. എന്നാലും എന്തുകൊണ്ടാവും മരുഭൂമി? അരിസോണ പോലുള്ള മരുഭൂമികളിലെ വരണ്ട വായു ലോഹങ്ങൾ തുരുമ്പിക്കുന്നത് തടയും. മഴയും മഞ്ഞും ഉപ്പുകാറ്റും ഇല്ലാത്തതുകൊണ്ട് അലുമിനിയം ഭാഗങ്ങൾ അടക്കമുള്ളവയെ കൊറോഷൻ ബാധിക്കില്ല. ശരിയായ മാർക്കറ്റ് മൊമെന്റിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഭാഗമായ എഞ്ചിനുകൾ വിൽക്കുകയോ മറ്റൊരു വിമാനത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യാം. വിമാനത്തിന്റെ പുറംചട്ടയിലുള്ള ലോഹം ഉരുക്കിയെടുത്ത് പുതിയ വിമാനങ്ങളോ ട്രെയിനുകളോ കാറുകളോ എന്തിനേറെ സ്മാർട്ട് ഫോണുകൾ വരെ ഉണ്ടാക്കാം. ഹൈഗ്രേഡ് അലുമിനിയത്തിന് പുറമെ ടൈറ്റാനിയം, കോമ്പോസൈറ്റുകൾ തുടങ്ങിയ വില കൂടിയ മെറ്റീരിയലുകൾ വരെ അവയിലുണ്ട്. ചിലപ്പോൾ പഴയൊരു ബോയിങ് വിമാനത്തിന്റെ ഭാഗങ്ങൾ ഒരു എയർബസിനുള്ളിൽ വരെ കണ്ടേക്കാം. അതെ, അവയവദാനത്തിലൂടെ പുനർജന്മത്തിന് കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് വിമാനങ്ങളാണ് ഈ മണലാരണ്യത്തിൽ കാണുന്നത്.